السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار نحمده ونستعينه ونؤمن به ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه المجيد: أعوذ بالله السميع العليم من الشيطان الرجيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ശിരസ്സ അംഗീകരിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ മാരകവും പ്രയാസരഹിതവുമായ ഒരുപാട് രോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ഭൂമിയിൽ ഒരുപാട് ആളുകൾ. മാരകമായ രോഗങ്ങൾ ബാധിച്ച് കഷ്ടപ്പെടുന്നവരെ അള്ളാഹു ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അവർക്ക് സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കബൂൽ ചെയ്യുമാറാകട്ടെ. ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെല്ലാം അത്യാവശ്യം ദുനിയാവ് കിട്ടിയാൽ, അത്യാവശ്യം സുഖിക്കാൻ അവസരം കിട്ടിയാൽ പിന്നെ നമ്മൾ എന്ന് പറയുന്ന ഈമാൻ കുറഞ്ഞ ആളുകൾ അവർ സ്വാഭാവികമായും സന്തുഷ്ടരായിരിക്കും. ഈമാനില്ലാത്ത ആളുകൾക്ക് ദുനിയാവിലെ സന്തോഷം, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ എയിം. ഈമാനുള്ളവരെ സംബന്ധിച്ചോളം അങ്ങനെയല്ല. ഈമാനില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ദുനിയാവ് കുറച്ചാണ്ട് കൊടുക്കുകയല്ല, അത് അള്ളാൻ്റെ ഒരു നടപടിയാണ്. ഈമാനുള്ളവർക്കും കൊടുക്കും, ഈമാനില്ലാത്തവർക്കും കൊടുക്കും. പക്ഷെ ഈമാനില്ലാത്തവർക്ക് നിർബന്ധമായും കൊടുക്കും. അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈമാനില്ലാത്ത ആളുകൾ കൊതിച്ചു പോകും അതുപോലെ കിട്ടാൻ. ശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു: മൻ കാന യുരീദുൽ ആജിലത്ത്, ഭൗതികമായ ലോകം ആഗ്രഹിച്ചുകൊണ്ടൊരു മനുഷ്യൻ ജീവിച്ചാൽ, അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ്, അജ്ജൽന നാം അവന് എളുപ്പമാക്കി കൊടുക്കും, മാ നശാ നാം ഉദ്ദേശിക്കുന്നത്, ലിമൻ നുരീദ് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ഉദ്ദേശിക്കുന്ന അത്ര ദുനിയാവ് മാത്രം കൊതിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവോട് കൊടുക്കും. എന്നിട്ടോ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ നാം അവന് നരകം നിശ്ചയിക്കും. അതിനാ കൊടുക്കുന്നത്. കിട്ടുമ്പോൾ അറിയില്ല. കാരണം എന്താ?
ദുനിയാവെമ്പാടുമുള്ള ആൾക്ക് സ്വാഭാവികമായും അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മളൊക്കെ ഇപ്പോൾ പള്ളിയും ദീനും ഇസ്ലാമും ഒക്കെ ആയിട്ട് നടക്കുന്നത് നല്ലൊരു ശതമാനം ആളുകളും സാമ്പത്തികമായ ബദ്ധതയും സാമ്പത്തികമായ ഒരുപാട് കെടുകാര്യസ്ഥതകളും അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതകളും കച്ചവടങ്ങളും ബിസിനസ്സുകളും ഓഫീസുകളും ഫാക്ടറികളും ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. ഇതെല്ലാം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കാൻ അല്പം പ്രയാസമുണ്ടാവും. ഉറപ്പല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു എന്ത് നല്ലോണം കൊടുക്കും. എന്നിട്ടോ സുമ്മ ജഅൽനാ ലഹു ജഹന്നം, പിന്നെ നാം അവന് നരകം നിശ്ചയിക്കും. അതിനാ യസ്ലാഹ, ആ നരകത്തിൽ അവൻ കരിയും. എങ്ങനെ? മദ്മൂമൻ, അപമാനിതനായി, മദ്ഹൂറൻ, റബ്ബിൻ്റെ എല്ലാ കാരുണ്യത്തിൽ നിന്നും അകറ്റപ്പെട്ടവനായി. റബ്ബിൻ്റെ ഒരു കാരുണ്യവും ഇനിയൊന്നില്ല, എല്ലാം അവൻ അനുഭവിച്ചു, ഇനിയൊന്നുമില്ല. ഭൂമിയിൽ അള്ളാഹു വല്ലാതെ സമ്പത്ത് തന്ന് നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം തൻ്റെ സഹാബത്തിനോട് വളരെ വിശദമായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വിശദീകരിച്ചു അറിയോ? റസൂലുള്ള പറയാം, ഇദാ റഅയ്തല്ലാഹ്, നീ അള്ളാഹുവിനെ കണ്ടാൽ, യൂത്തിൽ അബ്ദ മിന ദുനിയ, ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടിയതായിട്ട്. എനിക്ക് തന്നെയാണ് ഇഷ്ടം പോലെ ദുനിയാവ് തന്നു അല്ലാഹ്. അങ്ങനെ ഞാൻ അള്ളാഹിനെ കണ്ടാൽ, അലാ മആസിഹി, ഞാൻ ഒരുപാട് തെറ്റിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ അള്ളാഹു എനിക്ക് ഇഷ്ടം പോലെ സമ്പത്താണ് തരുന്നു. അപ്പോഴോ ഫൈന്നമാഹുവ ഇസ്തിദ്റാജുൻ, അതൊരു പടിപടിയായുള്ള പിടുത്തമാണ്. ഏത്? സമ്പത്ത് തന്നത് അള്ളാഹു പടിപടിയായി പിടിക്കുകയാണ്. ഓരോ ഘട്ടവും കൂട്ടിയാണ് തരും. അപ്പോൾ ഒന്ന് കൂട്ടി കിട്ടുമ്പോൾ ഒരുപാട് തമ്മാടുത്തം, വേറൊന്ന് കൂട്ടി കിട്ടുമ്പോൾ അതിനേക്കാൾ തമ്മാടുത്തം, അതിനേക്കാൾ അക്രമം, അതിനേക്കാൾ അനീതി, പിന്നെ പാവപ്പെട്ടവനെ കാണാനോ ശ്രദ്ധിക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറി. അതാണ് പടിപടിയായിട്ടുള്ള പിടുത്തം. എന്നിട്ട് റസൂല സഹാബത്തിൻ്റെ ആയത്തോതി കൊടുത്തു. എന്താ അറിയോ? സുമ്മ തലാ റസൂല ഓതി. ഏതാ? ഫലമ്മ നസു മാ ദുക്കിറു ബിഹി, വിശുദ്ധ ഖുർആനിൽ അള്ളാഹു എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചുവോ അതെല്ലാം മറന്ന് ജീവിക്കുമ്പോൾ അള്ളാഹു എന്താ ചെയ്യുക? ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ കാരുണ്യത്തിൻ്റെയും കവാടങ്ങൾ എല്ലാ ഭാഗത്തും തുറക്കും. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളുടെ ബർക്കത്തില്ലാത്ത അനുഗ്രഹം, ബർക്കത്തില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുടെ കവാടം അവൻ്റെ മുമ്പിലവിടെ തുറക്കും. എപ്പോൾ? ഇവൻ അള്ളാഹിനെ മറന്ന് ഇവൻ്റെ തോന്നിയതുപോലെ ജീവിക്കുമ്പോൾ. കേട്ടോ, ഫലമ്മ നസൂ മാ ദുക്കിറു ബിഹി ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. അങ്ങനെ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവന് ലഭ്യമായതിൽ കിട്ടിയതിൽ അഹങ്കരിച്ച് പുളകം കൊണ്ട് സന്തോഷപൂർവ്വം ജീവിക്കുമ്പോൾ അഹദ്നാഹും ബഗ്തത്തൻ, പെട്ടെന്നുള്ളൊരു പിടുത്താണ്ട് പിടിക്കും. ഒരു ഇസ്തിഗ്ഫാറിനോ ഒരു തൗബക്കോ അവസരം കൊടുക്കാതെ ഒരൊറ്റ പിടുത്ത. അള്ളാഹു കാക്കട്ടെ. കാരണം നമ്മൾക്കൊക്കെ സമ്പത്ത് കൂടുന്നത് നമുക്ക് സന്തോഷമാണ്, അത് അള്ളാഹ്ക്ക് വെറുപ്പില്ല. നിങ്ങൾ ദുനിയാവ് ഉണ്ടാക്കുന്നതിനോ ഒന്നും അള്ളാഹ്ക്ക് വെറുപ്പില്ല. പക്ഷെ ദുനിയാവ് കൂടുമ്പോൾ നമ്മളുടെ സ്വഭാവം മാറും. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഖുർആൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുത്തി പറഞ്ഞു തരും, അല്ലേ? നമുക്കറിയാം മുക്കാലില്ലാത്ത ആളുകളുടെ ദീനും മുക്കാലുള്ളവൻ്റെ ദീനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ഡിഫറൻസ് നമുക്കറിയാം, അല്ലേ? മുക്കാലുള്ളവൻ ദീനായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓൻ അള്ളാഹിനെ പേടിച്ചിട്ടാണ്, അല്ലേ? മുക്കാലില്ലാത്തവനോ ഓന് പലപ്പോഴും ഒരുപാട് നേട്ടങ്ങൾക്ക് വേണ്ടിയും എന്ത് ചെയ്യും? ദീനായിട്ട് നടക്കും, അല്ലേ? ഒരുപാട് പാവങ്ങൾ, ഞാൻ പാവങ്ങളെ കുറ്റപ്പെടുത്തല്ല, ഒരുപാട് പാവങ്ങൾ പലപ്പോഴും ദീനുമായും പള്ളിയുമായും ഒക്കെ ബന്ധപ്പെടുന്നത് അവരുടെ പല കാര്യങ്ങൾ നേടാനാണ്. പണക്കാർ അള്ളാഹുവിൻ്റെ പള്ളിയുമായും അള്ളാഹുമായും ദിക്റുകളും ദുആകളുമായി കഴിയുന്നത് ഒരിക്കലും അവരുടെ ദുനിയാവ് സമ്പാദിക്കാനല്ല, അവരുടെ ലക്ഷ്യം വേറെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു പറയുന്നത് എന്താ വെച്ചാൽ, ദുനിയാവ് അള്ളാഹു വല്ലാത്തൊരവസ്ഥയിലാണ് വെച്ചത്. അത് അള്ളാഹിനെ വല്ലാണ്ട് ധിക്കരിക്കാൻ തുടങ്ങിയാലേ, ഇപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഒരുപാട് ഇവിടുത്തെ സമ്പന്നന്മാർ അവർ ചിലപ്പോൾ മദ്യപാനികളാവും, വ്യഭിചാരികളായിരിക്കും, എല്ലാ തമ്മാടുത്തും കൊട്ടേഷൻ സംഘങ്ങളും ഒക്കെ നടക്കുന്നതായിരിക്കും. പക്ഷെ ഒരുപാട് സമ്പത്തോല കൈമേലുണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് തോന്നുന്നത് പള്ളിയും ദീനുമായിട്ടൊക്കെ നടക്കുന്ന നമുക്ക് പ്രയാസങ്ങളും, കള്ളും കുടിച്ച് തമ്മാടുത്തും നടത്തി ജീവിക്കുന്നവർക്ക് ഭയങ്കര സുഖവും.
നിങ്ങൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിക്കൊടുത്ത ആയത്താണ്. ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ല ശൈ, എല്ലാ അനുഗ്രഹങ്ങളുടെയും കവാടം അള്ളാഹ് ഒന്നായിട്ട് എടുത്ത് തുറക്കും. എന്നിട്ടോ അങ്ങനെ ഹത്താ ഇദാ ഫരിഹു ബിമാ ഊത്തു, അവനും അവൻ്റെ കുടുംബവും ആർമാദിച്ച് ആഹ്ലാദിച്ച് മതോന്മത്തരായി. നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്നല്ല എന്ത് ചെയ്യുന്നവരോ അഹദനാഹും ഭഗത്തൻ, ഒരൊറ്റ പിടുത്ത. അത് ചിലപ്പോൾ സമ്പത്ത് തകർത്താവാം, ചിലപ്പോൾ ഓനെ തന്നെ കൊണ്ടുപോയിട്ടാകാം. പെട്ടെന്നൊരു പിടുത്ത. അപ്പോഴോ ഖുർആൻ പറയാണ് ഫൈദാഹും മുബ്ലിസൂൻ, ജീവിതത്തിൻ്റെ മുഴുവൻ ആശയും മറ്റുപോകും. അല്ലേ? ആലോചിച്ച് നോക്കുങ്ങൾ. ഒരു വല്ലാത്ത കെടുത്തല്ല മയ്യത്ത് കെടുക്കുന്നത്. എല്ലാ ആശയും അറ്റാണ് കെടുക്കുന്നത്. അല്ലേ? അത് വല്ലാത്തൊരു കെടുത്താണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെയധികം ശ്രദ്ധിച്ച് ജീവിക്കാൻ പറഞ്ഞെന്താ അറിയോ? നമ്മൾ എപ്പോഴും അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. സമ്പത്തൊക്കെ കിട്ടി, ആരോഗ്യം കിട്ടി, കുടുംബം തന്നു, നല്ല മക്കളെ തന്നു, അഹങ്കരിക്കല്ല വേണ്ടത്, പുളവും കൊള്ളല്ല വേണ്ടത്. പകരം അള്ളാഹുവിന് വിധേയമാകണം. അള്ളാഹു പറയാ വആതാക്കും മിൻ കുല്ലി മാ സഅൽതുമുഹു, നിങ്ങൾ ചോദിച്ചത് ഞാൻ തന്നിട്ടുണ്ട്, ചോദിക്കാത്തത് തന്നിട്ടുണ്ട്. അല്ലേ? നിങ്ങൾ ചോദിച്ചിട്ടില്ല പലതും, ചോദിക്കാത്തതും തന്നു. ആരോഗ്യം തന്നു, സൗന്ദര്യം തന്നു, സൗഭാഗ്യങ്ങൾ തന്നു, സമ്പത്ത് തന്നു, ആകാശം തന്നു, സൂര്യനെ തന്നു, ചന്ദ്രനെ തന്നു, അള്ളാഹു മഴ വർഷിപ്പിച്ചു. എന്തെല്ലാം നമ്മൾ ചോദിക്കാണ്ട് തന്നു. അല്ലേ? മഴ നമ്മൾ ചോദിച്ചില്ല, അള്ളാഹു ആ ടൈം ആകുമ്പോൾ തരും. അത് നിർത്തുമല്ല, നമ്മൾ നിർത്താൻ പറഞ്ഞില്ല, അല്ല നിർത്തും. അല്ലേ? അതുപോലെ നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളന്തരാളത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ, ഒരു ചെറിയ അനുഗ്രഹത്തിന് മാറ്റം സംഭവിച്ചാൽ അനുഭവിക്കുന്നവരെത്രയാണ്. അല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ രോഗം വന്നാൽ ആ ക്യാൻസർ രോഗം അനുഭവിക്കുന്ന വ്യക്തിയും അവരുടെ കുടുംബവും വേദന തിന്നുകയാണ്, കടിച്ചമർത്തുകയാണ്. അല്ലേ? ആലോചിച്ച് നോക്കുമ്പോൾ അപ്പം നമ്മൾ ചോദിച്ചതും ചോദിക്കാത്തതും തന്നിട്ടുണ്ട്. അല്ല പറയാ വൈൻ തഅദ്ദു നിഅമത്തല്ലാ, അല്ല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീ എണ്ണാൻ വേണ്ടി ശ്രമിച്ചാൽ ലാ തുഹ്സുഹ, നിനക്കത് എണ്ണാൻ കഴിയില്ല. അത്രമാത്രം അല്ല വാരി കോരി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചാൽ അറിയാം നമുക്ക് തന്നില്ലാണ്. എന്താ കാരണം? നമ്മൾ വലിയൊരിലേക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ഒരു രോഗവുമില്ലാതെ നടക്കുന്ന ഒരാൾ, അയാൾ എന്താ ചിന്തിക്കേണ്ടത്? അയാൾക്ക് അല്ല കൊടുത്ത അനുഗ്രഹത്തെ അയാൾക്ക് അനുഗ്രഹമായി കാണണമെങ്കിൽ എന്ത് വേണം? അയാൾ രോഗികളെ കാണണം. അല്ലേ? വേണ്ടേ? ഡയാലിസ് ചെയ്യുന്ന രോഗികളെ കാണണം, ക്യാൻസറിന് വേണ്ടി ചികിത്സിക്കുന്ന രോഗികളെ കാണണം. അല്ലേ? അപ്പോഴല്ലേ എനിക്ക് ഒന്നുമില്ലെങ്കിൽ പടച്ചോനെ ഒരു രോഗമൊന്നുമില്ലാതെ ആരോഗ്യത്തോടു കൂടി എൻ്റെ കുടുംബത്തിൽ, എൻ്റെ സമൂഹത്തിൽ, എൻ്റെ നാട്ടിൽ എനിക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. അതില്ലാത്ത എത്ര ആളുകളുണ്ട്. ഒരടി വെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വർഷങ്ങളോളം ബോധമില്ലാതെ കിടക്കുന്ന ആളുകൾ എത്ര? എന്നെപ്പോലെ നിങ്ങളും കാണുന്നില്ലേ? വൈൻ തഅദ്ദു നിഅമത്തല്ലാ, അള്ളാന്റെ അനുഗ്രഹം നിങ്ങൾ എണ്ണാൻ ശ്രമിച്ചാൽ ലാ തുഹ്സുഹ, അത് എണ്ണാൻ കഴിയില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അറിയോ? ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. സൂറത്ത് ഇബ്രാഹിം മറിച്ച് നോക്കിയാൽ കാണാം. എന്താ അള്ളാഹ് പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലളൂം, മനുഷ്യൻ അങ്ങേയറ്റത്തെ അക്രമിയാണ്. എന്ത് ചെയ്തു കൊടുത്തിട്ട് കാര്യമില്ല, നന്ദികേടേ കാണിക്കും. അത് നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ അള്ളാഹിനോട് മാത്രമല്ല, നിങ്ങൾ പടപ്പോഴോടും അങ്ങനെ തന്നെ, ഞാനും നിങ്ങളും. അല്ലേ? നമുക്ക് നമ്മൾ ഭാര്യയോട് നന്ദിയുണ്ടോ? ഭാര്യയ്ക്ക് നമ്മളോട് നന്ദിയുണ്ടോ? ഒരു നേരം തെറ്റിപ്പോയാൽ മതി, രണ്ടുപേരുടെയും ഭാഷ മാറും. അല്ലേ? നമ്മൾ വിചാരിച്ച രൂപത്തിലല്ലാണ്ടിരുന്നാൽ, നമ്മുടെ ഭാര്യൻ്റെ സമീപനം നമ്മൾ വിചാരിച്ച മാതിരിയോ ആഗ്രഹിച്ച മാതിരിയോ ആകാതിരുന്നാൽ നമ്മുടെ വായിൽ നിന്ന് അപ്പം നന്ദി കെട്ട വർത്താനം വരും. അല്ലേ? നമ്മൾക്കൊരു നേരം അവൾക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം നമ്മളെ കൊണ്ടുണ്ടായാൽ അപ്പം നന്ദി കെട്ട വർത്താനം പറയും. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ഈ നന്ദികേട് എന്ന് പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ, നന്ദി കെട്ട സ്വഭാവം, ജീവിതം, അത് അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമല്ല. മനുഷ്യൻ നന്ദിയുള്ളവനാണ്. അല്ലേ? എന്നാലേ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. നമ്മൾ നന്ദിയുള്ളവരായി ജീവിച്ചാൽ അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹമാണ് ഈ ബർക്കത്ത്. കേട്ടോ? അള്ളാഹു തരുന്ന ബർക്കത്താണ്. അപ്പോൾ ആ ബർക്കത്ത് കിട്ടൂലാർക്ക് ഈ മനുഷ്യർക്ക് നന്ദി കെട്ടണം. അള്ളാഹ് പറയാ ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ലളൂമുൻ, അവൻ അക്രമിയാണ്, കഫാർ, നന്ദി കെട്ടവനാണ്. കേട്ടോ? ധാരാളം സ്ത്രീകളെ റസൂലുള്ള നരകവും സ്വർഗവും റബ്ബ് കാണിച്ചു കൊടുത്തപ്പോൾ ഉരീത്തു അന്നാർ, എനിക്ക് നരകം അള്ളാഹു കാണിച്ചു തന്നു.
അക്സറു അഹ്ലുഹാ നിസാ, നരകത്തിൽ ഭൂരിപക്ഷം ആളുകളും നരകത്തിലെ സ്ത്രീകളാണ്. റസൂലിനെ കാണുമ്പോഴുള്ള കാലം കൂടുതൽ സ്ത്രീകളാണ് പുരുഷന്മാരെക്കാൾ. അപ്പം അത് റസൂലിനെ വിശദീകരിച്ചപ്പോൾ സഹാബ വനിതകൾ നബിയോട് ചോദിച്ചു, അള്ളാൻ്റെ റസൂൽ, എന്തുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലാകാൻ കാരണം? ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ജിഹാദിന് വരുന്നില്ലേ? ഏത് വിഷയത്തിലാണ് ഞങ്ങൾ പിന്നിലുള്ളത്? ഒരു വിഷയം നിങ്ങളല്ല പുരുഷന്മാർ ചെയ്യാത്തൊരു തിന്മ നമ്മളുടെ ഭാഗത്തുണ്ട്. എല്ലാ നന്മകളിലും പങ്കെടുക്കുന്നില്ലേ? നമ്മൾ ഹജ്ജിന് പോയില്ലേ, ജിഹാദിന് പങ്കെടുത്തില്ലേ? രോഗികളായ ആളുകൾ, മുറിവേറ്റ ഭടന്മാരെ ഞങ്ങൾ ചികിത്സിച്ചില്ലേ യുദ്ധരംഗത്ത്? അങ്ങനെ അവരുടെ ചോദ്യമാണ്. ഇതൊക്കെ ചെയ്യുന്ന ഞങ്ങളെങ്ങനെ നരകത്തിൽ കൂടുതലായത്? റസൂലുള്ളാഹിന്റെ ഒറ്റ വാക്കിലെ മറുപടി, തക്ഫുർനൽ അശീറ, എന്തെല്ലാം ചെയ്താലും നിങ്ങൾ ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കും. ഉണ്ടോ? ഒറ്റ വാക്കാണ്. ഇത് കാണിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളെ പെങ്ങളായിരിക്കും, നമ്മളെ ഭാര്യയായിരിക്കും, നമ്മളെ ഉമ്മയായിരിക്കും. ബാപ്പനോട് നന്ദി കേട് വെട്ട വർത്താനം ചെയ്യുന്ന ആളുകളുണ്ടാവും. അതുപോലെ ഭാര്യനോട് വളരെ മോശമായിട്ട് നിന്ദിച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവും. ഇവരൊക്കെ നരകത്തിലുണ്ടാവും കേട്ടോ. ഇതൊന്നും ചെയ്യുമ്പോൾ അറിയില്ല, നടക്കും കാലം ഓർക്കില്ല. എന്ത്, ഞാനൊരു ക്യാൻസർ രോഗിയാവുമെന്നോ, ഞാനൊരു ഡയാലിസിസ് ചെയ്യേണ്ട രോഗിയാവുമെന്നോ, അല്ലെങ്കിൽ മാരകമായ രോഗത്തിന് കീഴ്പ്പെടുമെന്നോ, എൻ്റെ ശരീരം തളർന്നു പോകുമെന്നോ, കുഴഞ്ഞു പോകുമെന്നോ, ഈ പറഞ്ഞ ആള് എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ മക്കൾ എന്നെ താങ്ങിയിരുത്തേണ്ട അവസ്ഥ ഉണ്ടാവുമെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ കൈയാൽ ചെയ്യേണ്ട ഒരവസ്ഥ എനിക്ക് വരുമെന്നോ ചിന്തിക്കാറില്ല. ലേശം ആരോഗ്യവും ലേശം നല്ല പൈസയോ കൈമേലുണ്ടായാൽ അഹങ്കാരം കൂടുക. അത് കൂടിയതിനുള്ള ഖുർആനിൽ തെളിവും പറയുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ അറിയോ? ഇത് തഅദ്ദന റബ്ബുക്കും, നിങ്ങളെ റബ്ബ് ദാ പ്രഖ്യാപിക്കുകയാണ്. ഒരു പ്രഖ്യാപന റബ്ബിൻ്റെ. എന്താ പ്രഖ്യാപനം എന്നറിയോ? ലഇൻ ശകർത്തും, അല്ല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ച് ജീവിച്ചാൽ ല അസീദന്നക്കും, ഒരുപാട് ബർക്കത്തുകൾ അല്ലാഹു വർദ്ധിപ്പിക്കും. നന്ദി കാണിക്കുന്ന ഹൃദയത്തിന്, ആ ജീവിതത്തിന്, ആ കുടുംബത്തിന് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കും. ല അസീദന്നക്കും. ഇനിയോ വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദി കേട് കാണിച്ചാലോ, അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, അള്ളാഹു കഠിനമായിട്ടാണ് ശിക്ഷിക്കുക. അത് നിങ്ങൾ അറിയില്ല, റബ്ബിന്റെ ശിക്ഷയാണ്. ഞാൻ നന്ദി കേട് കാണിച്ചതിൻ്റെ ശിക്ഷയാണ് ഈ അനുഭവിക്കേണ്ടി വന്നത്. ഇഹത്തിലും പരത്തിലും ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ട് നന്ദിയുള്ള, ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, ഒമാ അക്സറുഹും ഷാക്കിരീൻ, അധിക ആൾക്കാരും നന്ദിയുള്ളവരല്ല. മനുഷ്യന്മാരിൽ അധിക ആൾക്കാരും നന്ദിയുള്ളവരല്ല, അല്ലേ? ആണോ? ഒരു നേരം എന്തേ ചെയ്യാൻ കഴിയേണ്ടാവുമ്പോഴേക്കും ഭാഷ മാറൂലേ? ഭൂരിപക്ഷം ആളുകൾ നന്ദിയില്ലാത്തവരാ. അപ്പം സഹാബത്ത് എപ്പോഴും പ്രാർത്ഥിക്കും, എന്ത്, അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ അഖല്ലീൻ, ആ കുറഞ്ഞ ആളുകളിൽ പടച്ചോനെ നീ എന്നെ ഉൾപ്പെടുത്തണം. കുറഞ്ഞ ആൾക്കാരാരാ? നന്ദിയുള്ളവരാ. അവരിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പം നന്ദിയുള്ളവരായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നന്ദിയുള്ള ആളുകളെ അല്ലാഹു ശിക്ഷിക്കൂല. നിങ്ങൾ അല്ലാഹുവിനോടും പടപ്പിനോടും പടപ്പുകളോടും പടച്ചവനോടും നിങ്ങൾ നന്ദിയോടുകൂടി ജീവിച്ചാൽ മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കൂല. ഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദിയോടെ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹ് ശിക്ഷിക്കൂല. അല്ലാഹ് പറയാ, ഇത് അല്ലാഹ് നമ്മളോട് സംസാരിക്കല്ലേ. ഇപ്പം വിശുദ്ധ ഖുർആന്റെ ആയത്തിന് മായന പറയാന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹു നിങ്ങളോട് സംസാരിക്കുക. എന്താ സംസാരിക്കുന്നത്? മാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, സൂറത്ത് നിസായിൽ നോക്കാം കേട്ടോ. വമാ യഫ്അലുല്ലാഹു ബി അദാബിക്കും, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കൂല. എപ്പം? ഇൻ ശക്കർത്തും, നിങ്ങൾ നന്ദിപൂർവ്വം ജീവിച്ചാൽ. വ ആമൻതും, നിങ്ങൾ മുവഹിദായി തൗഹീദുള്ളവനായി അള്ളാഹു വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു ശിക്ഷിക്കൂല. നന്ദി കാണിക്കുക, മുവഹിദാകുക, രണ്ട് ഷർത്താ വെച്ച് ശിക്ഷിക്കാണ്ടൊക്കെ. ഒന്ന് മനുഷ്യൻ മുവഹിദാവണം, മറ്റൊന്ന് അള്ളാഹു ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കണം. ഇത് രണ്ടും ചെയ്താൽ അള്ളാഹു എന്ത് ചെയ്യില്ല? അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കൂല. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കാൻ അറിയോ? വക്കാനല്ലാഹു ഷാക്കിറൻ അലീമാ, അള്ളാഹു നന്ദിപൂർവ്വം നിങ്ങളുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു സ്വീകരിക്കും. നിങ്ങളുടെ എല്ലാ സർവസ്വ കാര്യങ്ങളും അള്ളാഹുവിന് അറിയാം. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ഭൂമിയിൽ നിന്ന് അള്ളാഹു കൃത്യമായിട്ട് അറിയാം കേട്ടോ. അതുകൊണ്ട് നന്ദിപൂർവ്വം ജീവിക്കുക. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കാൻ അള്ളാഹു നിരന്തരമായി ഖുർആനിൽ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഖുർആനിൽ അള്ളാഹു പറയുന്നു, വഷ്കുറു നിഅമത്തല്ലാഹ്, അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണേ.
ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ. സൂറത്തുൻ നഹ്ലിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ എന്ത് വേണം? അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. ഖുർആൻ സൂറത്തുൽ ബഖറ പറയുന്നു, വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, വലാ തക്ഫുറൂൻ, നന്ദി കേട് കാണിക്കരുത് കേട്ടോ. ഇതിങ്ങനെ നിരന്തരം പറയാല്ല. പക്ഷെ നമ്മൾ അള്ളാഹിനോട് നന്ദി കേട് കാണിക്കും, പടച്ചവനോടും പടപ്പോടും നന്ദി കേട് കാണിക്കും. അപ്പം നമുക്ക് ബർക്കത്ത് വർദ്ധിക്കൂല. ബർക്കത്ത് ദുനിയാവിലും ആഖിറത്തിലും വർദ്ധിക്കും. ഇപ്പം എത്ര ചെറിയ സൗകര്യങ്ങളായിരിക്കും തന്നാലും ഭയങ്കര സന്തോഷമായിരിക്കും. മറ്റവർക്ക് എത്ര കിട്ടിയാലും സന്തോഷമല്ല ഉണ്ടാവുക. ഒരുപാട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ അതിൻ്റെ 4 ഇരട്ടി പണി അപ്പുറം കൊടുക്കും. പൈസ കണ്ടമാനോട് കൊടുക്കും. എന്നിട്ട് അപ്പുറത്തൊരു 4 രോഗം, ഇപ്പുറത്ത് 4 രോഗം. ഓനക്ക് പള്ളി കൊടുക്കൂല. നിൽക്കാൻ അള്ളാഹു അവസരം കൊടുക്കൂല. നമ്മൾ പറയില്ല, എനിക്കൊന്ന് വിശ്രമിക്കാൻ അവസരം കൊടുക്കൂല. ഓനെങ്ങനെ കണ്ണനായി പായിപ്പിക്കും പോലെ അല്ല പായിപ്പിക്കും. നിങ്ങൾ കണ്ടില്ലേ അങ്ങനത്തെ ആൾക്കാരെ? ഓങ്ങനെ പായി തന്നെ, ഓനക്ക് നിൽക്കാൻ നേരമില്ല, ഓൻ ഒഴിവില്ല. അള്ളാന്റെ റസൂൽ പറയാന്താ, നിഅമത്താനി മഖ്ബൂനാനി, അനുഗ്രഹമുള്ള 2 അനുഗ്രഹം അള്ളാഹു തന്നിട്ടുണ്ട്. അതൊന്ന് അസിഹത്ത്, ആരോഗ്യമാണ്. അതുണ്ടെങ്കിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെ വില അറിയില്ല. രണ്ടാമത്തെ ഫറാഗ്, ഒഴിവ് സമയം. ഇതോന് കൊടുക്കൂലല്ല, ഒഴിവ് സമയം കൊടുക്കുകയില്ല. മോൻ പാച്ചില്ല എന്നിട്ടോ അതിനനുസരിച്ച് ഓനക്ക് അള്ളാഹു വേറെ പണി കൊടുക്കും. 3/4 ഒമ്പാടോട് കൊടുക്കും. ഇത് അള്ളാൻ്റെ ഒരു തിയറിയാണ് കേട്ടോ. 3/4 ഇങ്ങനെ കോരിയാണ് കൊടുക്കും. പക്ഷെ അതിന് മാത്രം മാനസികമായ അസ്വാസ്ഥ്യങ്ങളും പ്രയാസങ്ങളും കുടുംബത്തിലും ഒരു സമാധാനം കിടന്നുറങ്ങാൻ പോലും കഴിയില്ല. എത്രയോ അങ്ങനത്തെ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ? ഒരുപാട് പണം ഉണ്ടാവും, ഒരുപാട് സൗകര്യങ്ങളുണ്ടാവും, വീടിൻ്റെ മുറ്റം നിറയെ കാറാണ്, പക്ഷെ അവനക്ക് ഓർക്കില്ല. പിന്നെ ഈ അനുഗ്രഹങ്ങൾ കൊണ്ടത് കാര്യം. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയും സമ്പത്തല്ല കൊടുത്തിട്ട് അതിന് ബർക്കത്ത് കൊടുക്കണം. എന്ത് വേണം? നന്ദി കാണിക്കണം. അപ്പം നന്ദി നമ്മൾ കാണിക്കുമ്പോൾ അള്ളാഹു ബർക്കത്ത് തരും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, മഹാനായ ലുക്മാനുൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകനെ വിളിച്ചിട്ട് ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് സൂറത്തുൽ ലുക്മാനിലുണ്ട്, നമുക്ക് കാണാം. വലക്കത് ആത്തൈന ലുക്മാനുൽ ഹിക്മ, അള്ളാഹു ലുക്മാനുൽ ഹക്കീമിന് തത്വജ്ഞാനം കൊടുത്തു. നോക്കണം, തത്വജ്ഞാനം, ഹിക്മത്തെ കൊടുത്തു. എന്താ ഹിക്മത്ത്? അനിഷ്കുറിലില്ല, ആദ്യം അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് ജീവിക്കണം. അതാണ് ഒന്നാമത്തെ ഹിക്മത്ത്. അതെല്ലാവർക്കും കിട്ടൂല ഹിക്മത്ത്. അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് ജീവിക്കണം. പിന്നെ ഒമൻ യഷ്കുർ, ആരെങ്കിലും നന്ദിയോടുകൂടി ജീവിക്കുന്നെങ്കിൽ അള്ളാഹ്ക്ക് കാര്യം ഉണ്ടാക്കാനല്ല, ഫൈനമാ യഷ്കുർ ലി നഫ്സി, സ്വന്തത്തിന് വേണ്ടിയാണ്. ഞാൻ നന്ദി കാണിച്ച് അള്ളാഹ്ക്ക് നന്ദി കാണിച്ച് ഞാൻ ജീവിക്കേണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ്, എൻ്റെ മയ്യത്തിന് വേണ്ടിയാണ്. ഉണ്ടോ? ഫൈനമാ യഷ്കുർ ലി നഫ്സി. ഇനി ഒമൻ കഫറ, ആരെങ്കിലും നന്ദി കേട് കാണിച്ച് ജീവിച്ചാലോ, ഫൈനല്ലാഹു വനിയുൻ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനും സ്തുത്യർഹനുമാണ്. അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തിനോ സ്തുതിക്കോ ഒരു കോട്ടവും പറ്റൂല. നിങ്ങൾ നന്ദി കെട്ടവരായി ജീവിച്ചാൽ, നിങ്ങൾ നന്ദിയോടുകൂടി ജീവിച്ചാൽ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു പറയാ, അപ്പം അള്ളാഹിനോട് എങ്ങനെ നിങ്ങൾ നന്ദി കാണിക്കുക? ഒന്നാമത്തെ അള്ളാഹിനോടുള്ള നന്ദി, ലാ തുശ്രിക് ബില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. അള്ളാഹുവിൽ പങ്കു ചേർക്കൽ നന്ദി കേടാണ് കേട്ടോ. ഒരു നിലക്കുള്ള ശിർക്കും അള്ളാഹുവിൽ വരരുത്. ലാ തുശ്രിക് ബില്ല. കാരണം എന്താ? ഇന്ന ശിർക്കല ളുൽമുൻ അലീം, ശിർക്ക് ഭയങ്കര ഗുരുതരമായ, അള്ളാഹു പൊറുക്കപ്പെടാത്ത പാപമാണ്. മറ്റെല്ലാ പാപങ്ങളും അല്ല പൊറുക്കും, പക്ഷെ ശിർക്ക് പൊറുക്കൂല. അള്ളാഹിനോടുള്ള നന്ദി, ഏറ്റവും കൂടുതൽ നന്ദിയുള്ള മനുഷ്യന്മാർ അള്ളാഹിനോട് കാണിക്കേണ്ട നന്ദി ഇങ്ങനെയാണ്. എങ്ങനെ? ശിർക്കുണ്ടാവരുത് കേട്ടോ. അങ്ങനെ മനുഷ്യൻ അള്ളാഹിനോട് അങ്ങനെ വേണ്ടത്. ഇനി അള്ളാഹു ഖുർആനിൽ വേറെയും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യന്മാർ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്ന പറയുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്ന മറ്റൊരു കാര്യം കേട്ടോളൂ നിങ്ങൾ. വസൈനൽ ഇൻസാൻ, മനുഷ്യൻക്ക് അള്ളാഹു വസിയത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വസിയത്ത് എപ്പോഴാണ് കൊടുക്കുക? സാധാരണ എൻ്റെ ബാപ്പാൻ്റെ വസിയത്തുണ്ട്, അല്ലെ എൻ്റെ ഉമ്മാൻ്റെ വസിയത്തുണ്ട്, ഇത് അള്ളാൻ്റെ വസിയത്താണ്. വസൈനൽ ഇൻസാന, മനുഷ്യനെ അള്ളാഹു വസിയത്ത് ചെയ്തിട്ടുണ്ട്. എന്താ വസിയത്ത്? ബി വാൽദേഹി, അവൻ്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒരു വസിയത്ത്. അതെന്താ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, അവൻ്റെ മാതാവ് അവനെ ഗർഭം ചുമന്നു, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ട്. പിന്നെ ഒ ഫിസാലുഹു ഫി ആമൈൻ, 2 വർഷത്തോളം അവൻ ആ മാതാവ് മുലയൂട്ടി, അല്ലേ, അമിഞ്ഞപ്പാൽ കൊടുത്തു. അതുകൊണ്ട് ആദ്യം എന്താ വേണ്ടത്? ആദ്യം മനിഷ്കുർലി, എനിക്ക് നന്ദി കാണിക്കണം അള്ളാഹ്ക്ക്. എന്താ കാരണം? ആ മാതാവിൻ്റെ മുലപ്പാൽ അതിൻ്റെ അകത്ത് ഊട്ടിക്കൊടുത്താരാ? അല്ലല്ലേ? അതല്ലേ നീ കുടിച്ച് വളർന്നത്. അതുകൊണ്ട് നീ എന്ത് വേണം? ആദ്യം അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. അനിഷ്കുർലി.
അത് കഴിഞ്ഞാലോ വലി വാലിദൈക്ക, നിന്റെ മാതാപിതാക്കൾക്കും ഉണ്ടോ. ഇനിയോ അതിൻ്റെ അവസാനിപ്പിക്കുന്ന കാര്യങ്ങൾ, അതാ രസം, അത്ഭുതകരമായ അവസാന ആയത്തുകൾ. ഇലയ്യൽ മസീർ, എന്തായാലും അർത്ഥം എന്നറിയോ? മടക്കം എന്നിലേക്കാന്ന് മറക്കണ്ടാന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? അള്ളാഹ്ക്ക് നന്ദി കാണിക്കാതെ, മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കാതെ, മാതാപിതാക്കളെ കയർത്ത്, മാതാപിതാക്കളെ വേദനിപ്പിച്ച്, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തി, മാതാപിതാക്കൾക്ക് ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ വല്ലാത്ത മനുഷ്യന്മാരല്ലേ. എന്നാ എന്താ നമ്മൾ പറയല്? കുറ്റപ്പെടുത്തല. ഞാനായതുകൊണ്ട് അമ്മാനോട് അങ്ങനെയും പെരുമാറിയത് അല്ലേ, അങ്ങനെ പറയാം. അപ്പം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അള്ളാഹ്ക്കും അത് നന്ദി കാണിക്കണം. നന്ദി കാണിക്കാണ്ട് എൻ്റെ അടുത്തേക്ക് വന്നാൽ മടക്കം എന്നിലേക്കാട്ടോ. അതാ വല്ലാത്ത ആയത്താണ്. ഖുർആൻ ഇലയ്യ മർജിഉക്കും വേറെയും പറഞ്ഞിട്ടുണ്ട്, മടക്കം എന്നിലേക്കാണ്. ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, നീ ദുനിയാവിൽ അഭിനയിച്ചു തീർത്ത നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അന്ന് കാണിച്ചു തരും. അങ്ങനെ ഇവിടുന്ന് പലപ്പോഴും നമ്മൾ അഭിനയിക്കാറുണ്ട് അല്ലേ. സ്നേഹം അഭിനയ, നന്ദി അഭിനയ അല്ലേ. ആ വലിയ സ്നേഹമൊന്നും ആരോടും ഇല്ല, പക്ഷെ എന്നാലും നമ്മൾ അഭിനയിക്കും. സത്യമല്ലേ? നിങ്ങളെ കൽബ് ഉരുകുന്നില്ല ഇത് പറയുമ്പോൾ? ഒരുപാട് അഭിനയിച്ചില്ലേ? മാതാപിതാക്കളുടെ മുമ്പിൽ പോലും അഭിനയിച്ചില്ലേ? ഉണ്ട്. അവരോട് സ്നേഹം കാണിക്കാൻ, അവർക്ക് ഗോരോചനാദി ഗുളിക, അവർക്ക് കൊട്ടൻ ചുക്കാദി, വെണ്ണതൈലം. ഞാൻ ആര്യവൈശാലിൻ്റെ പരസ്യം കൊടുക്കല്ല കേട്ടോ. ഇതൊക്കെ ഇറ്റ് വരും. എന്തിന്? ഉമ്മ നന്നാക്കാനല്ല, ഉമ്മാൻ്റെ ഒരു മുതലടിച്ചെടുക്കാനാണ്. ഏതോ ഒരു ആദായത്തിന് ഒപ്പിടിക്കാണ്ട് അപ്പോഴാണ് മൂപ്പര് കൊട്ടൻ ചുക്കാദി വെണ്ണതൈലൊക്കെ ഇട്ട് വരുന്നത്. വായു ഗുളിക, മനസ്സിലായോ? അല്ലെങ്കിൽ ആ അമ്മാനെ വേണ്ട, അതൊരു ചവറ കുത്താമാണ് പോരല്ലേ. ആരോഗ്യമുള്ള അമ്മയും ബാപ്പയല്ല കേട്ടോ. ആരോഗ്യമുള്ള ഉമ്മാക്കും ഉപ്പാക്കും എന്തുണ്ടാവും? ടേൺ ഓവർ ഉണ്ടാവും, ഇൻകമിങ് ഉണ്ടാവും. ഇൻകമിങ് ഉള്ള മാതാപിതാക്കളല്ല, ചവറ് പോലെ ആർക്കും വേണ്ടാത്ത അവസ്ഥ വരുമ്പോൾ അപ്പോഴാണ് മാതാപിതാക്കളോട് നന്ദി കാണിക്കേണ്ടത്. അതാണ് അള്ളാഹ് പറഞ്ഞത് കേട്ടോ. അതിന് കാരണം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞെന്താ? ഇലയ്യ മർജിഉക്കും, എൻ്റെ മടക്കം എന്നിലേക്കാണ്, മറക്കണ്ട. ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, ഇവിടെ ഭൂമിയിൽ അഭിനയിച്ച് തീർത്ത് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അള്ളാഹ് എനിക്ക് അവിടുന്ന് കാണിച്ചു തരും. എങ്ങനെ കാണിച്ചു തരിക? എങ്ങനെ അള്ളാഹു അവിടുന്ന് കാണിച്ചു തരിക? അള്ളാഹു ഞാനും നിങ്ങളും ചെയ്യുന്ന എല്ലാം ഇവിടെ റെക്കോർഡാകുന്നുണ്ട് അല്ലേ, നമുക്കറിയാലോ. നിങ്ങൾ വിചാരിച്ചതിനെന്താ? നിങ്ങളോട് ഖുർആൻ പറയാനുണ്ട്, അള്ളാഹുവിനെ എല്ലാം അറിയാം. പ്രപഞ്ചനാഥനായ അള്ളാഹുവിന് എല്ലാം അറിയാം. ഈ കോടാനുകോടി ജീവികളെയും ഈ പ്രപഞ്ചത്തെയും നമ്മളുടെ മുമ്പിൽ നമുക്ക് വേണ്ടി എല്ലാ സൗകര്യത്തോടു കൂടി ഈ ബാഹ്യപ്രപഞ്ചം നമുക്ക് ഒരുക്കിത്തന്ന റബ്ബ് പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അവൻ്റെ ഉള്ളന്തരാളം അവനോട് മന്ത്രിക്കുന്നത്, അവൻ്റെ ഉള്ളിൽ മനസ്സ് മന്ത്രിക്കുന്നത് പോലും എനിക്കറിയാം. ഉണ്ടാവും. നിങ്ങളൊരു പ്ലാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴേക്കും അത് അള്ളാഹ്ക്ക് അറിയും. ഒരാളെ വഞ്ചിക്കാൻ, ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ, ആ കൊടുക്കുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യം പലർക്കും പലതും കൊടുക്കാറുണ്ട്. എന്തിനാ? എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാൻ അല്ലേ. കുടിക്കലിനെ കട്ടിലെ കൊണ്ടുപോയി കൊടുക്കുന്നതിനാ? കട്ടിലും മേശയും ഇങ്ങോട്ട് കിട്ടാനാ. അത് അള്ളാഹ്ക്ക് അറിയാൻ. ഇപ്പോൾ കൊടുത്തിട്ടോളുണ്ടാവും, ജുമാക്ക് വന്നോളുണ്ടാവും, അടുത്ത ഞായറാഴ്ച കുടിക്കലാണ്, അവിടുത്തേക്ക് അലമാരി അല്ലെങ്കിലോ ഫ്രിഡ്ജ്, അത് കൊടുത്തയക്കത്തില്ല, അതിൻ്റെ 4 ഇരട്ടി കിട്ടാനാ. ഓൻ്റെ പറഞ്ഞ പണിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ വലിയ വിളഞ്ഞോനാണ്. ഒരു വിളവും ഇല്ല കേട്ടോ. എല്ലാ വിളവും താട കെട്ടിയാൽ കഴിഞ്ഞ്. എൻ്റെ പൊരൻ്റെ എവിടെയാണോ നിൻ്റെ മയ്യത്ത് കെടുത്താൻ, താട കെട്ടി കെടുത്താൻ തീരുമാനിച്ചത്, ആ റൂമിലേക്ക് നീ ഒറ്റക്ക് കെടുക്കുമ്പോൾ, ഒറ്റക്ക് പോകുമ്പോൾ, ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, എന്തെല്ലാം അഭിനയിച്ചു തീർത്തോ ഒക്കെ അവിടുന്ന് വിവരം അറിയും. എങ്ങനെ അള്ളാഹു അറിയുന്നത്? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. 2 മലക്കുകൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ വാക്കുകളും പ്രവർത്തനങ്ങളും. അതവിടെ കൊണ്ടു ചെല്ലും. അപ്പോഴാണ് എല്ലാ വിവരവും കാണിച്ചു തരിക. എന്നാൽ മോമിനിയങ്ങൾ നമ്മളിപ്പോൾ തൗബ ചെയ്തില്ലേ, ഇത്തരം തെറ്റുകളൊക്കെ വന്നുപോയിണ്ടാവും. അള്ളാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹ, ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്താൽ ഡിലേറ്റ് ആക്കും. അതവിടെ തരൂല, കാണൂല.
എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാതാപിതാക്കളെ നമ്മൾ എന്തിനു വേണ്ടി ഗോരോചനാദി ഗുളിക കൊണ്ടേ കൊടുക്കാൻ പോയി എന്ന് ഇവിടെ റെക്കോർഡ് ഉണ്ടാവും. എന്തിനു വേണ്ടിയായിരുന്നു ഡോക്ടറെ കാണിക്കാൻ പോയത്? അവരുടെ പുരുഷൻ നേടണം, പൊരുത്തം നേടണം. എന്നിട്ടോ അങ്ങനെ പൊരുത്തം നേടിയിട്ട് മറ്റോനെ വെറുക്കണം. കഴിവില്ലാത്തൊരു അഞ്ചുണ്ട്, ഓനെ വെറുക്കണം. ഏട്ടൻ കഴിവുള്ളവനാണ്, ഓൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നത്, അപ്പോൾ ഓനെ ഇഷ്ടപ്പെടണം, ഓനെ പൊരുത്തപ്പെടാൻ വേണ്ട. ഇതൊക്കെ കൃത്യമായിട്ട് കൽബിൻ്റെ അകത്തളം അറിയുന്ന റബ്ബ് എഴുതി വെക്കുന്നുണ്ട്, ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതവിടെ എത്തുമ്പോഴാണ് ഫൗനബ്യൂക്കും ബിമാ കുൻതും തഅ്മലൂൻ, അഭിനയിച്ച് തീർത്ത മുഴുവൻ പ്രവർത്തനങ്ങളും അള്ളാഹുവോട് കാണിച്ചു. അപ്പം വിരൽ കടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് എന്ത് വേണം? നന്ദി വേണം, അള്ളാഹിനോട് നന്ദി കാണിക്കണം. അള്ളാഹു പിന്നെ നമുക്ക് ബർക്കത്ത് കിട്ടണമല്ലോ. എന്ത് ചെറുത് കിട്ടിയാലും, ഇപ്പം നിങ്ങൾക്കൊരു 3000 റുപ്യ ശമ്പളം അയച്ചോ, സുഖമായി ജീവിക്കുക, ബർക്കത്ത് തരുമല്ല. അതെങ്ങനെ വേണം? അതിന് ബർക്കത്ത് കിട്ടാൻ എന്ത് ചെയ്യണം? അള്ളാഹ് പറയാ വമൻ യത്തഖില്ല. ഒന്നാമത്തെ ബർക്കത്ത് കിട്ടാനുള്ള അള്ളാഹു മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിൻ്റെ നിബന്ധന, വമൻ യത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹു കൂടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ തഖ്വയോട് ജീവിച്ചാൽ പ്രതിസന്ധിയിൽ അള്ളാഹു ഉണ്ടാവും കൂടെ. നിങ്ങൾ കണ്ടില്ലേ എത്രയോ രംഗങ്ങൾ, ഞാൻ പറയണ്ടല്ലേ, നമ്മൾ നിത്യവും കാണുക. ഇപ്പം ഇപ്പം ഖുർആൻ അടങ്ങുന്ന കാലത്തുള്ള മനുഷ്യന്മാരല്ലേ നമ്മളിങ്ങനെ നേരിട്ട് കാണുകയല്ല അല്ലേ. ഇപ്പോൾ പരലോകത്ത് അള്ളാഹു മനുഷ്യന്മാർ ഒരുമിച്ച് കൂട്ടുവച്ചു. അപ്പം അതിൽ സംശയം വന്ന ആളുകളോട് പറഞ്ഞു ഖുർആൻ, പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമില്ലെന്ന് സംശയം വന്ന ആൾക്കാരോട് ഖുർആൻ കൊടുത്ത മറുപടി ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, നിന്റെ ചെറുവിരൽ പോലും അള്ളാഹു പരലോകത്ത് മാറ്റി സൃഷ്ടിക്കും എന്നാ മറുപടി പറഞ്ഞു. ഇപ്പോഴാണ് ആ മറുപടിൻ്റെ കനം തിരിയുന്നത് അല്ലേ. മനുഷ്യൻ്റെ വിരലിൻ്റെ ഈ അകത്തളത്തിലുള്ള ചക്രം പോലുള്ള നമ്മളുടെ വെള്ളടയാളില്ലേ ഒക്കെ വ്യത്യസ്ത. ബില്യൺ കണക്കിനുള്ള ആളുകളെ നിങ്ങൾ കണ്ടാൽ ആ ആളുകളുടെ മുഴുവനും വിരലടയാളം വേറെയാണ്, ആ ആളുകളുടെ മുഴുവനും മുടി വരെ വേറെയാണ്. അതുകൊണ്ടല്ലേ ഏതെങ്കിലും കേസിന് മുടിൻ്റെ ഒരു തറ്റം കിട്ടിയാൽ മതി, ബാക്കി കേസ് തെളിയിക്കും അല്ലേ. ആരാണ് ചെയ്തത്? അത്ര കൃത്യമായിട്ട് അള്ളാഹ് സൃഷ്ടിച്ചു. എല്ലാവരും ഇന്ദ്രിയത്തിൽ നിന്നാണ് അല്ലേ. കണ്ടാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ്റെ കയ്യിൻ്റെ വിരലടയാളം പോലും, തമ്പ് പോലും. അതുകൊണ്ടല്ലേ പലപ്പോഴും സ്വന്തമായി ഒപ്പുവെക്കാൻ അറിയാത്ത പ്രായമുള്ള ആളുകളെ കൊണ്ട് തമ്പിംപ്രശ്നം വെക്കണം. എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും തമ്പിംപ്രശ്നം ഒരുപോലെ ആണെങ്കിലോ. അത്ര വ്യത്യസ്തമായ രൂപത്തിൽ വളരെ കൃത്യമായി സൃഷ്ടിച്ച റബ്ബാണ് നമ്മളോട് പറയുന്നത്. എന്ത്? നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങും, മറുപടി പറയേണ്ടി വരും കേട്ടോ. അള്ളാഹു നിങ്ങളോട് നിർബന്ധമായി പറയുന്നൊരു കാര്യം എന്താ അറിയോ? ഈ തഖ്വയോടുകൂടി ജീവിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് ബർക്കത്തുകൾ ചൊരിയും. ആ ഉള്ളയിൽ ഭയങ്കര ബർക്കത്താണ് കേട്ടോ. എന്ന് മാത്രമല്ല യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, നിങ്ങൾ വിചാരിക്കാത്ത രൂപത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യവും അള്ളാഹ് നടത്തും. നോക്കേണ്ടികൾ അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെയോ വലിയ വലിയ പ്രശ്നങ്ങൾ വന്നു, മല പോലെ വന്നു, എലി പോലെ പോയി ഞങ്ങൾ പറയാം. ആര് പോക്കിയെന്നല്ല. അതുപോലെ തന്നെ വീടില്ല, മക്കൾ 2-3 പെൺകുട്ടികളെല്ലാം ഒരേ പ്രായം, എല്ലാം കെട്ടിച്ചു, വീട് സുന്ദരമായിട്ടുണ്ടാക്കി. ബാപ്പ ജീവിച്ചിരുന്ന കാലത്തേനേക്കാൾ സുന്ദരമായ വീട് മക്കൾ ഉണ്ടാക്കി. ഇതൊക്കെ അള്ളാഹിൻ്റെ ചില പണികളാണ്. അതിൻ്റെ ഹിക്മത്തിലൊന്നും നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. അതാ അള്ളാഹ് പറയുന്നത്. ഏത്? ഇപ്പം നിങ്ങളിപ്പം അനുഭവിക്കുന്ന സുഖല്ലേ നിങ്ങൾ വിചാരിച്ചതാ? അല്ല, നിങ്ങൾ കിട്ടിയതാ. ഏത്? നിങ്ങൾ ചക്ക കെറിഞ്ഞ് മാങ്ക് കൊണ്ടിട്ട് അടക്ക വീണതാ, അല്ലാണ്ട് നിങ്ങൾ അതിനു വേണ്ടി ഓടിയല്ല, നിങ്ങൾ കിട്ടിയതാ. നിങ്ങളെൻ്റെ ചിലപ്പോൾ ചെറിയ മക്കളോട് പറയും, ചെറുമക്കളോട്, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടതാണ്, ഇങ്ങനെ കഷ്ടപ്പെട്ടതാണ്, ചായ കുടിക്കാനില്ലായിരുന്നു, ചായൻ്റെ കടി ഉമ്മ ശർക്കര തരത്താണ് അല്ലേ. ചായക്ക് കടി വേറുണ്ടാവില്ല, ചായയിൽ മധുരടാണ്ട് ആ ശർക്കര കൂട്ടാൻ തന്നു, അങ്ങനെയൊക്കെ നിങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പം നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ നന്ദിയില്ല. ഉണ്ടോ? നിങ്ങൾക്ക് അള്ളാഹിനോട് നന്ദിയുണ്ടോ? ഇല്ല, എനിക്കുമില്ല, നാട്ടിലാർക്കും ഇല്ല. എന്നിട്ട് നമ്മൾക്ക് അപകടം വരുമ്പോൾ അള്ളാഹിനോട് കൈ ഉയർത്തും, അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹിൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് അള്ളാഹ് പറഞ്ഞത്. ഇതുകൊണ്ടില്ലെങ്കിൽ പറയുന്നത് റസൂലുള്ളാഹ് ഇഹ്ഫദില്ല, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, യഹ്ഫദ്ക, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഉണ്ടോ? അള്ളാഹിനെ നീ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സംരക്ഷിക്കും, നീ കുടുങ്ങൂല. പിന്നെയോ ഇഹ്ഫദില്ല, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ
തജിദുഹു തുജാഹക്ക, നിന്റെ പ്രതിസന്ധി വേളകളിൽ നിനക്ക് അള്ളാനെ മുഖാമുഖം കാണാം. നീ ഒരു പ്രയാസപ്പെട്ടവളെ, അള്ളാനെ നിനക്ക് മുഖാമുഖം കാണാം. ബർക്കത്ത് അല്ല തരും കേട്ടോ. ഇനിയോ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം ബർക്കത്ത് വർദ്ധിക്കാൻ, തരുന്ന അനുഗ്രഹത്തിൽ ബർക്കത്ത് കിട്ടാൻ ഒന്നാമത്തെ തക്കുവ അല്ലേ, രണ്ടാമത്തെ ശുക്ർ. പിന്നെ മൂന്നാമത്തത് സിലത്തുർ റഹം, രക്തബന്ധം ചേർക്കുക. രക്തബന്ധം എന്ന് മനസ്സിലായോ? ജ്യേഷ്ഠൻ, അനുജന്, ആങ്ങള, പെങ്ങള്, ഏടത്തി, അഞ്ചത്തി ഒക്കെ ഉണ്ടല്ലോ, അതാ രക്തബന്ധം കേട്ടോ. അത് നല്ലോണം ചേർത്തോളി. റസൂലുള്ള പറയാണ്, മൻ അഹബ്ബ യുബ്സത ലഹു ഫി റിസ്ഖിഹി, നിങ്ങൾക്ക് ഉപജീവനത്തിൽ വിശാലത ബർക്കത്ത് ലഭ്യമാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓ യുൻസു ലഹു ഫി അസരി, സമാധാനപരമായി സന്തോഷപൂർവ്വം ദുനിയാവിൽ ജീവിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫൽ യസിൽ റഹിമഹു, രക്തബന്ധം ചേർത്തിക്കോളി. രക്തബന്ധം ചേർത്തിയാൽ എന്തുണ്ടാവും? നിങ്ങൾക്ക് സമാധാനപരമായ ജീവിതം അള്ളാഹു ഓഫർ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വിശാലമായ സൗകര്യങ്ങളും അല്ല തരും. ബർക്കത്ത്, അത് ബർക്കത്താ കേട്ടോ. പിന്നെയോ അതുകൊണ്ട് റസൂൽ വീണ്ടും പറഞ്ഞു, കാത്യു റഹ്മിൻ, രക്തബന്ധം മുറിച്ചാൽ ലാ യദ്ഖുൽ ജന്ന, ആ മയ്യത്ത് സ്വർഗത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ പലരും പറയില്ലേ, ഓൻ്റെ മയ്യത്തിൻ്റെ മുഖം പോലും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറഞ്ഞു പോയത് കേട്ടോ. ഓൻ എന്തോ തെറ്റുണ്ടാവും, പക്ഷെ അത് ഓനും അല്ലേറ്റായിക്കോട്ടെ, അത് നിങ്ങൾ തീർക്കണ്ട അവിടുന്ന് കേട്ടോ. ചിലരങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് പൊരുത്തപ്പെടാത്ത മുതലാണോ എടുത്തത്, എൻ്റെ അമ്മനെ കണ്ണ് കാണാത്ത അമ്മനോടുള്ള സ്നേഹം കൊണ്ട് പറയല്ല, കണ്ണ് കാണാത്ത അമ്മനെ ഏട്ടൻ കൊണ്ടേയുള്ള സങ്കട, ആ മുതൽ ഓന് കിട്ടിയുള്ള സങ്കട, അല്ലാണ്ട് കണ്ണ് കാണാത്ത അമ്മാനോട് ഏട്ടൻ ചെയ്ത തെറ്റിൻ്റെ പേരിലല്ല, ആണോ? അപ്പം അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ടോ ഇനി റസൂലുള്ള പറയാം, ബർക്കത്ത് നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിലൊക്കെ ബർക്കത്തിട്ടാൻ മൂന്നാമത്തെ കാര്യം എന്താ അറിയോ? സദക്ക കൊടുക്കുക. സദക്ക മൂന്നാമത്തത്. അള്ളാഹു ഖുർസി ഹദീസ് പറയുന്നു, ഖാലല്ലാഹു തആല യബ്ന ആദം, ആദമിൻ്റെ മക്കളെ, അൻഫിഖ്, ഞാൻ തന്നേ നിങ്ങൾ ചെലവായിക്കോളി, ഉൻഫിഖ് അലൈക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. അങ്ങനെ നിങ്ങൾ ചെലവാക്കിക്കോളി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവാക്കാൻ. ബർക്കത്തെ അല്ലാൻ്റെ. അപ്പം വല്ലാത്തൊരു കാര്യങ്ങളാണ് അള്ളാഹു പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് ഒരുപാട് വിശദീകരിക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മളേതായിരുന്നാലും ഒരുപാട് നന്ദി കെട്ട ജീവിതം നയിച്ചു പോയിട്ടുണ്ടാവും. എല്ലാം അള്ളാഹുവിനോട് തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക, അങ്ങനെ നന്ദിയുള്ള ദാസന്മാരായി ഭൂമിയിൽ ജീവിക്കുക. റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ നമ്മളുടെ പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ട നിലക്ക് എല്ലാം അള്ളാഹു കബൂലാക്കി, നമ്മളുടെ തൗബയും ഇസ്തിഗ്ഫാറും അള്ളാഹ് കബൂലാക്കി ആ നിലക്ക് മരിച്ചു പിരിയാൻ അള്ളാഹുവിൻ്റെ കോടതിയിൽ പ്രിയപ്പെട്ട അള്ളാഹുവിൻ്റെ ദാസന്മാരായി ഒത്തുകൂടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുഅ്മിനീന വഹദ അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഊസിക്കും സാനിയൻ വ ഇയ്യായ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കൊത്ത് ജീവിച്ച് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിക്കുന്ന രൂപത്തിൽ മരിച്ചു പിരിയാൻ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യം അത് അള്ളാഹു ചിലപ്പോൾ പരീക്ഷിക്കും, പക്ഷെ അതിൻ്റെ ബർക്കത്തല്ല എടുത്തു കളിയില്ല. അതിനെന്ത് വേണം? ബർക്കത്ത് കൂടണം. ബർക്കത്ത് കൂടാനുള്ള കാര്യങ്ങളിൽ ഒന്ന് തക്കുവ അല്ലേ? അപ്പം പറഞ്ഞില്ലേ, ശുക്ർ, നന്ദി, അള്ളാഹ്ക്ക് നന്ദിയുള്ള ഹൃദയം ഉണ്ടാവും, അങ്ങനെ ജീവിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞെന്താ? മൂന്നാമത്തെ കാര്യം സദക്ക അല്ലേ? അള്ളാഹു നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി ചിലവാക്കാൻ അള്ളാഹ് ഉണ്ടാവും. അതെങ്ങനെ? ചിലപ്പോൾ അത് മനുഷ്യന്മാരായിട്ടേ വരിക അല്ലേ? നമ്മളുടെ കണ്ണിൻ്റെ കണ്ണുനീര് അള്ളാഹു കാണും. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല മനുഷ്യർക്ക് നമ്മളെ സഹായിക്കാനുള്ള മാനസികാവസ്ഥ അല്ല കൊടുക്കും. അത് അങ്ങനെ അള്ളാഹ് ഇടപെടുക. അങ്ങനെ ഇടപെട്ടില്ലേ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട സമയത്തൊക്കെ? ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ഇത് ശരിക്കും അറിയുക. അങ്ങനെ നാട്ടുകാരല്ല, വീട്ടുകാരല്ല, കുടുംബക്കാരില്ല, അവിടെ വല്ലാത്ത ഇടപെടലാണ് അള്ളാഹു നടത്തുക അല്ലേ? അതൊക്കെ അനുഭവിക്കുന്നവരാ, പക്ഷെ നന്ദിയില്ല എന്ന് മാത്രം. അപ്പം അതുകൊണ്ട് ഇനി നാലാമത്തെ കാര്യം, അൽ ഖനാഅത്തു ബിൽ ഖലീൽ, അല്ല തന്ന കുറച്ചുകൊണ്ട് തൃപ്തിപ്പെടുക. എന്താണോ തന്നത് അതിൽ തൃപ്തിപ്പെടുക കേട്ടോ. അങ്ങനെ റസൂലുള്ള പറയാം, ഇർല ബിമാ കസബല്ല,
അള്ളാഹു വീതിച്ചു തന്നത് എന്തോ അതിൽ നീ തൃപ്തിപ്പെടണം. എന്താണോ തന്നത് അത് തൃപ്തിപ്പെടണം കേട്ടോ. എന്നാലോ തെക്കുൻ അഗനന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഐശ്വര്യവാൻ നീ ആയിരിക്കും. അള്ള വീതിച്ചു തന്നതിൽ തൃപ്തിപ്പെട്ടു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു പ്രയാസമില്ല, അതേ വേണ്ടു എനിക്ക്, അള്ള തന്നതല്ലേ മതി. തൃപ്തിപ്പെട്ടാൽ ലോകത്ത് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സമ്പന്നൻ നീ ആയിരിക്കും. അത് മാനസികമായിട്ട് അതാണ് അല്ലാക്കുക. അതും അനുഭവിക്കില്ല നിങ്ങൾ ഇല്ല, ആരും എവരും ഇല്ല നോക്കാൻ, പക്ഷെ കുറഞ്ഞതെന്തോ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സുഖമായി ജീവിക്കുന്നുണ്ട് അല്ലേ. എത്ര കിട്ടിയാലും തേയാത്ത ആളുകളില്ലേ, കുറഞ്ഞത് കൊണ്ട് തന്നെ തൃപ്തിപ്പെടുന്നുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, യാ അബാ ഹുറൈറ കുൻ വരിഅൻ, നീ നല്ല വറായത്തുണ്ടാവണം. നിനക്ക് വറായത്ത് പറഞ്ഞാൽ വരിയ എന്താ അറിയോ, നല്ല തഖ്വയോടുകൂടി ജീവിക്കണം. അബൂ ഹുറൈറ കുൻ വരിഅൻ, നീ എന്ത് ചെയ്യണം, വരിയായിട്ട് ജീവിക്കണം, അങ്ങനെ നല്ല തഖ്വയോട് ജീവിക്കണം. എന്നാലോ തെക്കുൻ അഅ്ബദന്നാസ്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്തോ നീ ആയിരിക്കും. അങ്ങനെ ഒരുപാട് ഇബാദത്ത് ചെയ്യലല്ല പണി. ചിലവർക്ക് പണി എന്താ വെച്ചാൽ നന്ദിയുള്ളവനാകാൻ നിസ്കാരം കൊണ്ട് 5 കളി അല്ല. നീ എന്ത് വേണമെന്നാ പറഞ്ഞത്, നല്ല തഖ്വയോടുകൂടി കുറച്ച് അങ്ങനെ ചെയ്താൽ നീ ജനങ്ങളിൽ ഏറ്റവും. നമ്മൾ തോന ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊന്നുമില്ല, ബാറ്ററി ചാർജ് ഇല്ല. കുറേ ബാറ്ററി ഉണ്ടായിട്ട് കാര്യമുണ്ടോ, ഒരൊറ്റ ബാറ്ററി പോരെ ചാർജുള്ളത്, ചാർജ് ആവിടില്ല. അതുകൊണ്ട് അബൂ ഹുറൈറ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സഹാബിയാണ്, പ്രത്യേകം വിളിച്ചു പറയാ, യാ അബാ ഹുറൈറ കുൻ വരിഅൻ, നീ നല്ല തഖ്വയോട് ജീവിക്കണം. തെക്കുൻ അഅ്ബദന്നാസ്, എന്നാൽ നീ കുറച്ചാണ് ചെയ്തെങ്കിലും ജനങ്ങളിൽ ഏറ്റവും ഇബാദത്ത് കൂടുതൽ ചെയ്തവൻ നീ ആയിരിക്കും. വക്കുൻ കനിയൻ, നീ കാനിയാണ്. കനിയൻ എന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ളവൻ, അള്ള തന്നയിൽ തൃപ്തിപ്പെടണം. തെക്കുൻ അഷ്കുർനാസ്, നീ ജനങ്ങളിൽ ഏറ്റവും നന്ദിയുള്ള നീയാവും. അങ്ങനെ പറഞ്ഞ് ഉള്ളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥ വന്നാൽ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്ദിയുള്ള നീയായിരിക്കും. പരാതിയില്ല. അത് കയ്യോ എന്നുള്ളത് വലിയ പ്രയാസമല്ലേ, അതുകൊണ്ട് തന്നെയാണ് സ്വർഗം തരാറിഞ്ഞത്. അപ്പം നോക്കാം അതിനെന്ത് വേണമെന്നറിയോ, ഈ ഉള്ളിൽ തൃപ്തിപ്പെടണം എന്ത് വേണമെന്നറിയോ, അതിന് റസൂൽ ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ഉൻലുറു ഇലാ മൻ അസ്ഫല മിൻകും, എപ്പോഴും നിങ്ങളെക്കാൾ താഴേക്കുടയിലുള്ള ആളുകളിലേക്ക് നോക്കണം നിങ്ങൾ എപ്പോഴും. അങ്ങനെ ഞാനിപ്പോൾ നോക്കുമ്പോൾ എന്നേക്കാൾ കഴിവ് കുറഞ്ഞ, എന്നേക്കാൾ ആരോഗ്യമില്ലാത്ത, എന്നേക്കാൾ പ്രശ്നങ്ങളുള്ള അവരെയാണ് ഞാൻ നോക്കേണ്ടത്. മനസ്സിലായോ? അതാണ് റസൂൽ പറഞ്ഞ നിർദ്ദേശം. വല തൻലുറു ഇലാ മൻ ഫൗഖക്കും, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. മനസ്സിലായോ? വലിയ വലിയ സൗകര്യത്തോടുകൂടി ജീവിക്കുന്ന പോലെയല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഒരു സൈക്കിൾ ഉള്ളവൻ എന്താ ചിന്തിക്കേണ്ടത്, പഠിച്ചവനെ എനിക്ക് സൈക്കിളെങ്കിൽ ഉണ്ടല്ലോ, നടന്ന് പോകണ്ടില്ലേ, അപ്പം എനിക്ക് സൈക്കിളുണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്കൂട്ടറുള്ളവനോ, ഓൻ കാറിലേക്കല്ല നോക്കേണ്ടത്, സൈക്കിൾ ചവിട്ടിയിട്ട് കഷ്ടപ്പെടുന്നവനെ നോക്കേണ്ടത്. രോഗമില്ലാണ്ട് നടക്കുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ വെറുതെ പോയാൽ മതിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ആ എല്ലിൻ്റെ വാർഡില്ലേ, ബോണിൻ്റെ അവിടെ വന്നിട്ട് പോയാൽ മതി. അള്ളാൻ്റെ വിളി കേൾക്കാം കേട്ടോ. എല്ലാ ജാതിയും എല്ലാ വർഗവും അള്ളാനെ വിളിക്കും. ഒരു ഭാഗത്ത് നിന്ന് അള്ളാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വേറൊരു ഭാഗത്ത് കർത്താവേ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടാവും അല്ലേ, വേറൊരുത്തൻ കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടാവും. നിലവിളിയുടെ 5 കളിയാണ്. ഇതൊന്നും അനുഭവിക്കാണ്ട് അറിയാണ്ടതാ ഈ പള്ളിയിലിരിക്കുന്ന അമ്മക്കോ എനിക്കിപ്പോൾ ഊരക്ക് വയ്യ, അതിൻ്റെ പ്രശ്നം. അപ്പം അതും പറഞ്ഞ് പരാതി പറഞ്ഞ് നടക്കുക. അപ്പം എങ്ങോട്ടാ നോക്കണ്ടത്, എനിക്കിവിടെ ഒരു ചെറിയ വേദനയല്ലേ ഉള്ളൂ, ഊരനില്ലാത്തവരുണ്ട്, ഇവിടെ ഊര മുറിഞ്ഞെടുക്കുന്നവരുണ്ട് അല്ലേ. അത് നോക്കാൻ കഴിയില്ല നമുക്ക്. നമ്മളെപ്പോഴും നോക്കുക മേലോട്ടാ. അള്ളാൻ്റെ റസൂൽ പറഞ്ഞ് താഴോട്ട് നോക്കാം, നമ്മൾ മേലോട്ട് നോക്കുകയുള്ളൂ. എൻ്റെ അടുത്തുള്ളത് എന്താണോ അതിൻ്റെ മേലെ അല്ലേ. നമ്മളെ ഭാര്യ അങ്ങനെ തന്നെ. കാരണം എന്താ, നന്ദിയില്ലാത്ത ഭാര്യ എന്താ ചെയ്യുക അറിയോ, നമ്മളെ പുരൻ്റെ മുകളിൽ മറ്റോലെ വാട്ടർ ടാങ്ക് വന്നാൽ മതി, നമ്മളെ പെണ്ണുങ്ങൾക്ക് അസ്വസ്ഥ. ഓലത്ത് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ ഭയങ്കര വേരുണ്ട്, മെഡിക്കൽ കോളേജൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ വാട്ടർ ടാങ്ക് കുറച്ചുകൂടി വലുതാക്കണം. അപ്പോൾ ഈ മൊയന്ത് ഭർത്താവില്ലേ ഹെൻപക്കട്, ഓന് പിന്നെ പിറ്റിയത് തന്നെ ആളെ കൊണ്ടുവരിക. ചില പെടുകൾ എന്താ പറയുക, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി പറഞ്ഞാൽ വൃത്തിയായി. അല്ല പറഞ്ഞല്ല, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വീടിൻ്റെ മുകളിൽ ഏറ്റവും ചുരുക്കം ഒരു ലൈറ്റ് റൂഫ് ഉണ്ടെന്നേ പൊന്നിച്ചാളണം. അങ്ങനെ നടക്കണമുണ്ട്. അതിനെന്താ നമ്മൾ പറയേണ്ടത്, ഷിർക്കിൻ്റെ കൂടാരം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒല തൻലുറുല മൻ ഫൗഖക്കും, മുകളിലേക്ക് നോക്കരുത്, താഴോട്ട് നോക്കുക കേട്ടോ. പോരല്ലാത്തവൻ
സ്ഥലമില്ലാത്തവനിലേക്ക് നോക്കുക. പോരാ, നമുക്ക് സ്ഥലമുണ്ടല്ലോ, ഒന്നുമില്ലെങ്കിൽ കുത്തിമറിച്ചാൽ പോരാ. മുമ്പൊക്കെ നമ്മൾ ആഗ്രഹമായിരുന്നു 4 കാൽമല്ലൊരു ഓലപ്പോര അല്ലേ, അങ്ങനല്ല പറയുന്നത്. പാട്ടുകാരൻ വരാങ്ങനല്ല പറഞ്ഞു അല്ലേ, നാളികേരത്തിന് നാട്ടിൽ എനിക്കൊരു 4 ഇടങ്ങഴി മണ്ണുണ്ട്, അതിലെനിക്ക് 4 കാൽ ഓലപ്പുരയുമുണ്ട് അല്ലേ, കവി പറഞ്ഞങ്ങനെ. നമുക്ക് അന്ന് അന്ന് നമ്മളെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അതാ നമ്മളോട്, എങ്ങനെയെങ്കിലും 4 കാൽമലൊരു പുര അല്ലേ. നിങ്ങളിപ്പോൾ വാർത്ത പുര ഉണ്ടാക്കിയപ്പോൾ എന്താ പറഞ്ഞത്, ഓരോരുത്തരുടെ അടുക്കള പോയി നോക്കണം ഇപ്പോഴേ എനിക്ക് തിരിയുള്ളൂ. നന്ദിയില്ലാത്ത പെണ്ണുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഡ്രസ്സ് കണ്ടു നോക്കണം, അപ്പോഴേ എനിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് മനസ്സിലാവുള്ളൂ. അന്നോടാ പറഞ്ഞെന്ത്, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, ഒരു ഡ്രസ്സ് പോലും ഇല്ലാത്ത നാറിപ്പുഴുത്ത് നടക്കുന്ന ആളുകളുണ്ട്, അവരെ നോക്ക്. വലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും, മുകളിലേക്ക് നോക്കല്ല. എന്നിട്ട് പറയാ റസൂലുള്ളാഹി, ഫഹുവ അജ്ദർ അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിൻ്റെ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിസ്സാരമായി ഗണിക്കാതിരിക്കാൻ കരണീയമായ മാർഗം അത് മാത്രമാണ്. അതുകൊണ്ട് വളരെ ബർക്കത്ത് നമുക്ക് അള്ളാഹു തരണം, നമ്മളെ ആരോഗ്യത്തിൽ തരണം അല്ലേ, നമ്മളെ സമ്പത്ത് തരണം, നമ്മുടെ കുടുംബത്തിൽ തരണം അല്ലേ, നമ്മുടെ നിത്യജീവിതത്തിൽ തരണം വേണ്ടേ. ഈ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആചരിക്കേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നേരം സംസാരിച്ചത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പറയാൻ സമയമില്ല, ഹുത്തുബല്ല, ഒരു ഹുത്തുബയെ പറയാവുന്ന മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മനുഷ്യന്മാരോടുള്ളത് നന്ദിയും കൂടി പറഞ്ഞ് നിർത്താം കേട്ടോ. മനുഷ്യന്മാരോട് നന്ദി കാണിക്കണം. ആര് നമുക്കൊരു അനുഗ്രഹം ചെയ്തു തന്നാണ് കേട്ടോ. ഒരു ചെറിയ നിസ്സാരാവട്ടെ, റസൂൽ പറഞ്ഞിട്ടുള്ളത് എന്തൊരു സംസ്കാര ഇസ്ലാം നോക്കുന്നുണ്ട്. മൻ സുനിയ ഇലൈഹി മഅറൂഫൻ, നിനക്ക് ഒരു സൗകര്യം ഒരാൾ ചെയ്തു തന്നാൽ ഫഖാലലി ഫായിലിഹി, അത് ചെയ്തു എന്നവനോട് ഈ പറയണം, എന്തായിക്കോട്ടെ. ഇപ്പം ചിലപ്പോൾ ഒരാൾ ബസ്സിൽ ഇരിക്കുമ്പോൾ ഒന്ന് സീറ്റ് തന്നായിരിക്കും, അത് ചെയ്തു തന്നതിനോട് നീ പറയുന്നത് ജസാക്കല്ലാഹു ഖൈറൻ, അള്ളാഹു നിങ്ങൾക്ക് ഖൈർ തരട്ടെ, ആത്മാർത്ഥമായി പറയണം. നമ്മളെന്താ പറയുന്നത്, താങ്ക് യു. അതാരുടെ നമസ്കാരം, മുസ്ലിമിൻ്റെ അല്ല അല്ലേ. എന്താ പറഞ്ഞത്, ജസാക്കല്ലാഹു ഖൈറൻ അല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ എന്ന് നമ്മൾ പറയണം. ഇനി ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് ചിലർ, നമുക്ക് സീറ്റ് കൊടുത്ത് ഇരിക്കുക, ഓന് അവിടെ കുത്തുന്നു, കുറച്ചേരം കഴിഞ്ഞാൽ ഓൻ നമ്മളെ പുറത്താക്കും, സീറ്റ് കൊടുത്തോലെ അല്ലേ. ഓൻ നീങ്ങി ഇരുന്ന് അതിൻ്റെ ഇടയിൽ ഓൻ്റെ കുട്ടികളെ കൊടുത്തിരുത്തി അല്ലേ, എല്ലാവരും കൂടി എത്തിയിട്ട് ഇതൊക്കെ അനുഭവിക്കില്ലേ. അവിടെ റസൂൽ ഇടപെടുന്നുണ്ടെങ്കിൽ റസൂൽ പറയാം, മല്ലം യഷ്കുരിന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്ത വ്യക്തി ലം യഷ്കുരില്ല, അള്ളാഹിനോട് നന്ദി കാണിക്കൂല. നിങ്ങൾക്ക് ജനങ്ങളോട് നന്ദി കാണിക്കാനുള്ള മനസ്സില്ലേ, അള്ളാഹിനോട് നന്ദി കാണിക്കൂല, ഉറപ്പിച്ചോളി ഉണ്ടോ. ജനങ്ങളോട് നന്ദി കാണിക്കണ്ടോ എങ്കിൽ അള്ളാഹിനോട് നന്ദി കാണിക്കും. അതുകൊണ്ട് നന്ദിപൂർവ്വം ജീവിക്കുക. അള്ളാഹുവിൻ്റെ കോടതിയിലേക്കൊരു നന്ദിയുള്ള ദാസനായി എത്തിച്ചേരാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുറാഹിമായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫഅല് കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. നമ്മുടെ മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഖബറിൽ എല്ലാവിധ സ്വർഗത്തിൻ്റെ സന്തോഷവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ, എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അള്ളാഹു മൗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം.